ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്നിവിടെ നിങ്ങൾക്കായി കാണിക്കാൻ പോകുന്നത് ഒരു ഗീ റൈസിൻ്റെയും ദാൽ ഫ്രൈയുടെയും റെസിപ്പിയാണ്. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്ന റെസിപ്പി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ഇതിലൊരു പുതുമയുള്ളതെന്ന്. അത് ഞാനിവിടെ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഗീ റൈസും ദാൽ ഫ്രൈയും ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് കർണാടക സ്റ്റൈൽ ഗീ റൈസാണ്. ഇവിടെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. വളരെ നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ നിങ്ങൾ എപ്പോഴും ഗീ റൈസ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ ഒരു രീതിയിൽ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. അത്രയ്ക്കും നല്ലൊരു ടേസ്റ്റാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എന്തൊക്കെ സാധനങ്ങളാണ്, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഗീ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ഉള്ളി നീളത്തിലരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നീട് കുറച്ച് പച്ച ഗ്രീൻ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 ഗ്രീൻ ചില്ലി നീളത്തിലരിഞ്ഞു വെച്ചതും, പിന്നീട് ജിഞ്ചർ ഗാർലിക് ചതച്ചതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് പുതിനയിലയും കുറച്ച് മല്ലിയിലയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടത് സ്പൈസസ് ആണ്. ഇതിന് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് പെരിഞ്ജീരകം, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു വലിയൊരു കഷ്ണം പട്ട, ഒരു 5 ഗ്രാമ്പു, പിന്നെ ഒരു മറാഠ മഗു, സ്റ്റാർ അനീസ്, സാധാരണ ജീരകം, പിന്നെ ഒരു 4 ബേ ലീഫും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഒരു 1.5 കപ്പ് ജീര റൈസ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടത് പാലാണ്. ഒരു ചെറിയൊരു ഗ്ലാസ്സിൽ ഫുൾ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആവശ്യം കുറച്ച് എണ്ണയും നെയ്യും വേണം. ഇത്രയും സാധനങ്ങൾ നമുക്ക് ഗീ റൈസ് ഉണ്ടാക്കാൻ ആവശ്യമാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ഗീ റൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിവിടെ കുക്കറിലാണ് ഗീ റൈസ് ഉണ്ടാക്കുന്നത്. കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം കുക്കർ മെല്ലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഗീയും നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇതൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ബേ ലീഫ്, കറുകപ്പട്ട, ഗ്രാമ്പു, സ്റ്റാർ അനീസ്, മറാഠ മഗു എന്നിവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ജീരകം, പെരുംജീരകം, കാഷ്യൂനട്ട് എന്നിവയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളിയും കൂടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നീട് അതിലേക്ക് ഈ ജിഞ്ചർ ഗാർലിക് ചതച്ചതും ഗ്രീൻ ചില്ലി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തു. അതും കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് പുതിനയിലയും മല്ലിയിലയും കൂടി ഇട്ട് നന്നായി ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. പിന്നീട് അതിലേക്ക് ഗ്രീൻ പീസും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കഴുകി വെച്ച നമ്മുടെ ജീര റൈസ് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ജീര റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ആ എണ്ണയിലും നെയ്യിലൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച പാലും കൂടി ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ 1.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. 3 ഗ്ലാസ് വെള്ളവും ഒരു ചെറിയ ഗ്ലാസ് പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടിയിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് ദാൽ ഫ്രൈ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 3 തരത്തിലുള്ള ദാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. മൂങ് ദാൾ, മസൂർ ദാൾ, സാമ്പാർ പരിപ്പ്,
എന്നിവ 3 തരത്തിലുള്ള പരിപ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഇനി ഞാനിവിടെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ദാളൊക്കെ കഴുകി അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് ആവശ്യമായ വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് എണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുക്കറിൻ്റെ മൂടിയിട്ട് നമുക്കിതൊന്നൊരു 4-5 വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ വിസിലൊക്കെ പോയിട്ടുണ്ട്. നമ്മുടെ ദാൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതൊരു ഒന്ന് ഉടച്ചെടുക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജീരകം ഒന്ന് നന്നായി പൊട്ടി വന്നതിന് ശേഷം ചതച്ചെടുത്ത ജിഞ്ചർ ഗാർലിക്കും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെയൊക്കെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ഉള്ളി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നീട് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 3 ഗ്രീൻ ചില്ലി അരിഞ്ഞതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് കറി ലീഫും കൂടി ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി അതൊന്ന് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നീട് അതിലേക്ക് കുറച്ച് കായം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച പരിപ്പും കൂടി ദാളും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുറച്ച് സമയം തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ദാളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ദാൾ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ ദാൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു സർവിങ് ബൗളിലേക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ദാൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഗീ റൈസ് ഒന്ന് നോക്കാം. കുക്കറിൻ്റെ വിസിലൊക്കെ പോയിട്ടുണ്ട്. നമ്മുടെ ഗീ റൈസും റെഡി ആയിട്ടുണ്ട്. അടിപൊളി ഗീ റൈസാണ്. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. സൂപ്പർ ടേസ്റ്റാണ്. ഇനി നമ്മുടെ ഗീ റൈസ് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് ഒന്ന് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളി ഗീ റൈസും ദാൽ ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു വെറൈറ്റി ഗീ റൈസാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. താങ്ക് യു.